ഓക്കെ, ഇന്നത്തേക്ക് നമുക്ക് ഈ ഒരു ലോസ് ഓഫ് മോഷൻ അങ്ങ് എൻ്റെ കഥ കഴിച്ചാളിയാ. 2 ക്വസ്റ്റിനെ ബാക്കിയല്ലോ. എന്താണ് രണ്ടും എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടും കുറച്ച് ലാസ്റ്റിലേക്ക് ഞാൻ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ മാറ്റി വെച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റിനെ ഇത് എക്സാമ്പിളറുള്ള ക്വസ്റ്റിനാണ്. 100 kg എന്തായാലും മറ്റേ തോക്കലാകുമ്പോൾ എന്തായാലും അതിന് അത്യാവശ്യം നല്ല കനം ഉണ്ടാവില്ല. ഒരു 100 kg ഗൺ ഫയർസ് എ ബോൾ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ബോളെല്ലാം പുറത്ത് വരുന്നുണ്ട്. ഓഫ് 1 kg ഹൊറിസോണ്ടലി ഫ്രം എ ക്ലിഫ് ഓഫ് ഹൈറ്റ്. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്ത് ഗണ്ണ് ബൂം മുന്നോട്ടേക്ക് അടിച്ചു. അപ്പോൾ ഇത് നേരെ ഒരു പാരബോളിക് പാതിലൂടെ നമ്മളിപ്പോൾ ഒരു സാധനം ഇങ്ങനെ എറിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എറിഞ്ഞാൽ പാരബോൾ ഇങ്ങനെ അതിൽ താഴെ വീഴല്ല ചെയ്യുക. അത് ഇതിൻ്റെ ഹൈറ്റ് എത്ര വന്നിട്ടുണ്ട് ഈ ക്ലിഫിൻ്റെ, അതായത് ഒരു മലേൻ്റെ മുകളിൽ നിന്ന് എന്താണ് 500 മീറ്ററിൻ്റെ മലേൻ്റെ മുകളിൽ നിന്ന് എറിഞ്ഞ് മറ്റേ ഫയർ ചെയ്ത്. ഇറ്റ് ഫോൾസ് ഓൺ ദ ഗ്രൗണ്ടിൻ്റെ ഡിസ്റ്റൻസ് ഓഫ് 400 മീറ്റർ. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് ഒരു 400 മീറ്റർ അകലെ അത് വീണ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ക്ലിഫ്. ഫൈൻഡ് ദ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റിൽ ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളെ മാസ് ഓഫ് ഗണ്ണ് എന്ത് തന്നിട്ടുണ്ട് 100 kg, മാസ് ഓഫ് ബോൾ 1 kg, ഹൈറ്റ് ഓഫ് ക്ലിഫ് 500 മീറ്റർ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ബോൾ 400 മീറ്റർ. നമ്മൾ റീകോയിൽ വെലോസിറ്റി കാണണ്ടിക്കൽ അതായത് mg/vg ഡിവൈഡഡ് ബൈ mb ഇങ്ങനെ അറ്റം പറഞ്ഞിട്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇക്വേഷൻ. vg = എന്താണ് മൈനസ് ഓഫ് mg/vg. അപ്പോൾ മാസ് രണ്ടിനുണ്ട്, പക്ഷേ ഈ വെലോസിറ്റി അറിയില്ല. അപ്പോൾ നമ്മൾ ഈ തന്ന ഹൈറ്റെല്ലാം വെച്ചിട്ട് ഈ പറയുന്ന വെലോസിറ്റി കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ടാസ്ക് എന്ന് പറയുന്നത്. അതായത് mg/vb എന്ന് തോന്നുന്നു അല്ലേ, റീക്വൽ വെലോസിറ്റി ഓഫ് ഗൺ. ഓക്കെ, mg/vb ഡിവൈഡ് ബൈ mb. അപ്പോൾ ഈ സാധനം കണ്ടുപിടിക്കണം. എന്താണ് നമ്മൾ ഈ ഫയർ ചെയ്ത സാധനത്തിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ തന്നെ ആകെ കുറച്ച് എന്താണ് 2 ഹൈറ്റേ തന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്താണ് കൈനമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കണം. ആ വെലോസിറ്റിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഞാൻ ആൻസറായി. പക്ഷേ അതാണ് അതിൻ്റെ ചാലഞ്ചിങ് പാർട്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കണം. g = 10 m/s². ടേക്കിംഗ് ദ മോഷൻ ഓഫ് ബോൾ ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. മുകളിലോട്ടേക്ക് പോകുന്നതിൻ്റെ അപ്പോൾ നമുക്ക് എടുക്കാം നമ്മളെ സെക്കൻഡ് ഇക്വേഷന് h = ut + ½ gt². കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ല, താഴോട്ടേക്കല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് 500 എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി 0, പിന്നെന്താ അതെന്തായാലും 0 ആയി പോകും. പിന്നെ ഹാഫ് എന്താണ് 10 × t². ഈ ടൈം കണ്ടുപിടിക്കണം. ടൈം കിട്ടിയാൽ നമുക്ക് വെലോസിറ്റി കിട്ടും. അപ്പോൾ ടൈമാണ്. അതിനാണ് ഞാൻ ഈ പറഞ്ഞ എന്തെടുത്തിട്ടുള്ളത്, സെക്കൻഡ് ഇക്വേഷൻ എടുത്തിട്ടുള്ളത് നമ്മളെ കൈനമാറ്റിക്സിൽ. ഒരു കാര്യം ചെയ്ത് എന്താണ് 5 വരും, പിന്നെ 5ൽ ഇത് 100 ടൈംസ്. അപ്പോൾ t² = 100, t = 10 സെക്കൻഡ്. t = -10 എന്തോ എടുക്കുന്നത് അടോ, ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ, അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പോസിറ്റീവ് 10 സെക്കൻഡ്. ടേക്കിംഗ് ദ മോഷൻ ഓഫ് ബോൾ ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷന്. ഇനി മുകളിലത്തെ കഴിഞ്ഞ് ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക്, അതായത് ഈ സാധനം ഇങ്ങ് വീണ്, അപ്പോൾ ഇവിടെ ഒരു ഉണ്ടല്ലോ 400 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഈ ഡാറ്റ വെച്ചിട്ട് ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോകുന്ന ഈ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ ടൈം വന്നിട്ടുണ്ടല്ലോ, ടൈം നമുക്ക് കിട്ടി. അപ്പോൾ x = u × t. x = u × t. കാരണം എന്താ ഇവിടെ ആക്സിലേഷൻ ഒരു ഗ്രാവിറ്റി ഒന്നും ഇല്ല. അപ്പോൾ ഈ സാധനം ഭൂമി അടിച്ചു, ½ at² ഭൂമി അടിച്ചു, അതൊന്നുമില്ല. അപ്പോൾ 400 = u × t. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ u = 40 m/s. ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി എടോ, ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മറ്റേ ഈ പറഞ്ഞ അതായത് ഇവർ ഈ റീക്വൽ വെലോസിറ്റി ഡിറൈവ് ചെയ്ത് വരുന്നത് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി റീക്വൽ വെലോസിറ്റി അറിയാം. അതായത് -m2/m1 × u. അതായത് vg = -mg/vb ഡിവൈഡഡ് ബൈ mb. മാസ് ഓഫ് ഗൺ ഇൻറ്റു വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഡിവൈഡ് ബൈ മാസ് ഓഫ് ബുള്ളറ്റ്. അപ്പോൾ എന്താ -1 കാരണം എന്താ മാസ് ഓഫ് ബുള്ളറ്റ് ആണല്ലേ. ഓക്കെ. അപ്പോൾ മാസ് ഓഫ് ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഈ പറഞ്ഞ ബുള്ളറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഗൺ. ഓക്കെ, മാസ് ഓഫ് ഗൺ എത്ര വന്നിട്ടുണ്ട് 100 kg. മാസ് ഓഫ് നമ്മളെ ബുള്ളറ്റ് എത്ര, അല്ലെങ്കിൽ ബോൾ എന്ന് പറയുന്നത് 1 kg. നമ്മളിപ്പം കണ്ടുപിടിച്ച് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് അല്ലെങ്കിൽ ബോൾ എന്ന് പറയുന്നത് 40 സാധനം. അപ്പോൾ ഇത് 4 ടൈംസ്, അപ്പോൾ 4 / 10. അപ്പോൾ ഒരു -0. കാരണം എന്താ നമ്മൾ തോക്ക് ഇങ്ങനെ ഭൂം നോക്കുന്ന നമ്മൾ കൈ ബാക്കോട്ടേക്ക്, അതായത് തോക്ക് ബാക്കോട്ടേക്കല്ലായിരുന്നു, നമ്മളിങ്ങനെ അടിച്ച് ഭൂം അത് ബാക്കോട്ടേക്കായിരുന്നു. അതുകൊണ്ട് ആ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കേണ്ടിയിട്ടാണ് എടുത്തത് ആ മൈനസ് ഡയറക്ഷന്, അല്ല മൈനസ് സൈൻ കൊടുത്തിരിക്കുന്നത് -0.4 m/s². ഇതായിരിക്കും ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാറ്റ്സ്മാൻ ഡിഫ്ലെക്ട്സ് എ ബോൾ ബൈ ആൻ ആംഗിൾ. ചങ്ങായി ബാറ്റ് കൊണ്ട് അടിച്ചിട്ട് ബോളിന് എന്ത് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്ത് വിത്ത് ആൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ്. എത്രയാണോ സ്പീഡിൽ ബോൾ വന്നത് ചങ്ങായി ബാറ്റ് എടുത്ത് അടിച്ച് ഒരു 45 ഡിഗ്രിയിൽ, പക്ഷേ അതേ സ്പീഡ് തന്നെ u ആണെങ്കിൽ ഈ പറയുന്ന പോകുന്ന സ്പീഡും u എന്താ = അത്ര തന്നിട്ടുണ്ട് 54 km/h. അപ്പോൾ അതിനെ എന്താണ് നമ്മൾ ഇതിലേക്ക് m/s മാറ്റുമ്പോൾ 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് കണ്ടുപിടിക്കണം, വാട്ട് ഈസ് ദ ഇമ്പൾസ് കണ്ടുപിടിക്കണം. ഓക്കെ, വെലോസിറ്റി = എന്താ 54 km/h അല്ലെങ്കിൽ 54 × 5/8 m/s എന്താ ഇത് 3 ടൈംസ്. അപ്പോൾ 3 × 5 എന്ന് പറയുമ്പോൾ 15 m/s. അപ്പോൾ ഇതാണ് ആക്ച്വലി എൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ എന്താ ഇതാണ് 45 ഡിഗ്രിയിൽ പോയിരിക്കുന്നത്. ഇത് u cos θ, ഇനി ഈ പറഞ്ഞ u cos θ, പിന്നെന്താ അത് ആക്ച്വലി ഇതിനെ കോമ്പണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്താണ് u sin θ u cos θ റിസോൾവ് ചെയ്ത്. അപ്പോൾ എന്താ PQ അല്ലേ,
അതായത് ഈ ബോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മളെ ബോളർ എറിഞ്ഞ് ഇവിടുന്ന് എന്താ ഇത് 45 ഡിഗ്രി ഇങ്ങോട്ടേക്ക് അടിച്ചു. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് റിസോൾവ് ചെയ്തിട്ട് ഇത് യു കോസ് തീറ്റ ഇങ്ങോട്ട്, ഇത് യു എന്താണ് യു സൈൻ തീറ്റ ഇങ്ങോട്ട്, യു കോസ് തീറ്റ ഇങ്ങോട്ട്. അപ്പോൾ ആംഗിൾ പി ഒ എൻ സിക്കൽ ടു ആംഗിൾ എൻ ഒ ക്യൂ സിക്കൽ ടു 45 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ പിന്നെ പകുതി വരും 22.5. അപ്പോൾ ഇമ്പൾസ് ഇമ്പാർട്ടൻ്റ് ബോൾ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം ഓഫ് ബോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കേസസിലും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു എൻട്രൻസിൻ്റെ ഈ ഇക്വേഷനാണ് 2mu cos തീറ്റ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചു നോക്കുക ചെയ്യുക. ഇനി ജസ്റ്റ് ഇതിൽ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ നമുക്കറിയാലോ. അപ്പോൾ 2 ഇൻറ്റു മാസ് എന്ന് പറയുന്നത് 0.15 കിലോഗ്രാം, യു എന്ന് പറയുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ്, കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 22.5 ഡിഗ്രി. ഇത് ചെയ്യുന്ന സമയത്ത് 4.16 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ല മീറ്റർ പെർ എന്താണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കാരണം എന്താ ഇമ്പൾസ് ആണല്ലോ, സോറി ഐ അല്ല. ഓക്കെ, ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പാർട്ടികൾ ബിഫോർ കൊളീഷൻ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ഈസ് നോട്ട് സെയിം, പക്ഷേ ഇവിടെ സെയിം ആണ്. രണ്ടിൻ്റെ കൊളീഷന് മുൻപും ശേഷവും എന്താണ് ഡയറക്ഷൻ സെയിം ആണ്, ദെൻ വി ഷുഡ് റിസോൾവ് ലീനിയർ മൊമെൻറ്റം ഇൻറ്റു റെക്ടാങ്കുലർ കോമ്പണൻസ്. അതിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ ഇവിടെ രണ്ടിൻ്റെയും ഈ പറഞ്ഞ ഡയറക്ഷൻ സെയിം ആണ്. ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും സെയിം ആണ്. ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ ഒരു പാഠവും അവസാനിച്ച് എന്ത് ചെയ്യുക, നമ്മളെ ലോസ് ഓഫ് മോഷൻ ഇസ് എൻഡ്. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ.